ദേ ഒരുത്തൻ സ്കൂളിൽ നിന്ന് വന്ന് യൂണിഫോം പോലും മാറ്റാതെ 2 ചങ്ക് ബഡീസും കൂടെ ഉറങ്ങാൻ കിടന്നു. ദിവസം ഇങ്ങനെയാണ്, ഭയങ്കര കളിയാണ് ഇവിടെ മക്കളും ഇവരെല്ലാവരും കൂടി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇനിയിപ്പോൾ വെക്കേഷനായി, നമ്മുടെ വീടുകളിൽ കുഞ്ഞുങ്ങൾ ഇപ്പോൾ കൂടുതൽ നേരം ടി വി ഒക്കെ കണ്ടിരിക്കാതെ പെറ്റ്സിനെയൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. പെറ്റ്സ് ഇല്ലാത്ത വീടുകളിൽ പെറ്റ്സിനെ വാങ്ങിച്ചു കൊടുക്കുക. പെറ്റ്സ് ഉള്ള വീടുകളിൽ അവരുടെ കാര്യങ്ങൾ നോക്കാനായിട്ട്, ഫുഡ് കൊടുക്കാൻ, കുളിപ്പിക്കാൻ, അവരുടെ മറ്റു കാര്യങ്ങൾ അതൊക്കെ നമ്മുടെ മക്കളെ ഏൽപ്പിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ ആ കുഞ്ഞുങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സഹാനുഭൂതിയും കരുണയും ദയയും സഹജീവി സ്നേഹവും ഒക്കെ ഉണ്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് അവരിൽ അറിയാതെ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ പോലെ ഈ വർദ്ധിച്ചു വരുന്ന അക്രമവാസനകളും ക്രിമിനൽ മൈൻഡും ഒക്കെ അവരിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ഒത്തിരി സഹായിക്കും. വിദേശ രാജ്യങ്ങളിലൊക്കെ മാതാപിതാക്കൾ അങ്ങനെ ചെറുപ്പത്തിൽ എന്തെങ്കിലും ഒരു പെറ്റ്സിനെ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കും, ഇങ്ങനെ അവരുടെ ആ ഒരു മൈൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടി എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ ഇനിയും ഒരു കുഞ്ഞു കിളിയെങ്കിലും വളർത്താൻ പറ്റാത്ത വീടുകളുണ്ടായിരിക്കത്തില്ലല്ലോ. അപ്പോൾ അവരോട് ഇടപഴകുന്നതിലൂടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന കുറേ സ്നേഹവും കരുണയും പോലുള്ള വികാരങ്ങളുണ്ട്. അതൊക്കെ ഉണർത്താം നമുക്ക്. ഇന്നത്തെ ഈ പേടിപ്പിക്കുന്ന വാർത്തകൾക്കും ഒക്കെ ഇടയിൽ നമുക്ക് അത്രയെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലൊരു കരുണയുടെ വിത്ത് പാകാൻ നമുക്ക് കഴിയുമെങ്കിൽ അത് ഏറ്റവും വലിയൊരു കാര്യമല്ലേ. എനിക്ക് തോന്നുന്നില്ല മറ്റ് പുസ്തകങ്ങൾ വായിക്കുന്നതിൽ നിന്നും കാർട്ടൂൺ കാണുന്നതിൽ നിന്നും ഒക്കെ കിട്ടുന്നതിലൊക്കെ ഉപരിയായിരിക്കും ഇങ്ങനെയുള്ള സഹജീവികളോട് അടുത്ത് ഇടപഴകുന്നതിലൂടെ അവർക്ക് ലഭിക്കുന്ന ആ ഒരു പാഠം.